ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ശമനമുണ്ട് മഴയ്ക്ക്. അപ്പോൾ രാവിലെ മുതലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മഴയ്ക്ക് കുറച്ചൊരു ശമനം കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് റിച്ചൂട്ടിനെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകളും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ റിച്ചൂട്ടിനാണെങ്കിൽ കുറേ ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അപ്പം മഴ കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നം അവന് ഭയങ്കര ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഒന്നാമത് വഴുക്കലും ഒക്കെയാണ്. അപ്പോൾ എനിക്കും പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഒരു പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മഴയ്ക്കൊന്ന് ശമനം കിട്ടി, ചെറിയ തോർച്ച കിട്ടിയപ്പോൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കണ്ണിലെൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിക്കൽ തന്നെ, ഫ്രണ്ടിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് കേട്ടോ. ആ വീടിൻ്റെ പടിക്കൽ നമ്മളിരുന്ന് അവൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ നടക്കാൻ പോവുക. എന്നും വൈകുന്നേരത്തെ ഇങ്ങനെ പോവാറുള്ളതായിരുന്നു. അപ്പോൾ മഴ കാരണം കൊണ്ട് അങ്ങനെ റോട്ടിലൂടെ നടക്കാൻ പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കണ്ടില്ല അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയാണ് കേട്ടോ. വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വഴിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്, ഷെഡും പിന്നെ വീടും ഒക്കെ ആയിട്ട് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ ഇനി വഴിയിലൂടെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടി ഒന്ന് പോയിട്ട് നിങ്ങളെ കുറച്ച് കാഴ്ചകളും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞാൽ ഒരു വലിയ കോറിയുണ്ട് കേട്ടോ. അപ്പോൾ ആ കോറിയുടെ ഭാഗത്തേക്ക് അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വേറെ വീഡിയോകളിലൊക്കെ ഷോർട്സ് വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ റിച്ചൂട്ടനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ നിൽക്കാൻ. അവന് ഒന്നാമത് ഈ ഭാഗത്തൂടെ കൈ വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ കൈ വിട്ട് കഴിഞ്ഞാൽ ഓടും. പിന്നെ താഴെയാണെങ്കിൽ വലിയ കോറിയാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെറുതായിട്ട് ഉള്ളൊരു വീഡിയോ ഇട്ടത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിലൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. കാരണം അവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. പിന്നെ നായ്ക്കളും പട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അധികം നിന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ. അപ്പോഴേക്കും മഴക്കാറിങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു മഴയ്ക്കുള്ള വരവാണോ എന്തെന്നുള്ളത് അറിയില്ല. ചെറിയ മഴക്കാറിങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വരുന്ന വഴികളാണ് കേട്ടോ. എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വീടിനോട് ചേർന്നിട്ടുള്ള വഴികളിലൂടെയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ മേമയും ഏടത്തിയമ്മയും കൂടിയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വറകൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ കോറി ഉണ്ടല്ലോ, ആ കോറിയുടെ മേലൊരു വലിയ കാടുണ്ട്. ആ കാടിലേക്ക് നമ്മൾ വറകിനൊക്കെ പോയിരുന്നത്. ഞാൻ വറകുണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളും ആ ഒരു കോറിയുടെ പ്രദേശത്തുള്ള ആ ഒരു കോറിയുടെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ അവർ വറകൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീടും ഏകദേശം അടുത്തെത്തി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തുനിന്നും ഇനി കുറച്ച് ദൂരം കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിത് റിച്ചൂട്ടിനെയും കൂട്ടിയിട്ട് മുന്നോട്ട് പോകും. എന്തായാലും അവൻ വീട്ടിലേക്ക് വരില്ല. അവനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുകൂടെ ഇറങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് റോഡിലൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നത്. ഇപ്പോൾ തനിയെ വീട്ടിലാണെങ്കിലും അവൻ പെട്ടെന്ന് കണ്ണു വെട്ടിച്ച്, കാരണം ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ണു വെട്ടിച്ചിട്ടൊക്കെ ചിലപ്പോൾ മുറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വേഗം റോട്ടിലേക്ക് ഓടിക്കയറും. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് പ്രാവശ്യം റോട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പരിസര ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ നിറയെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിറയെ വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ചാൽ അപ്പുറത്ത് കേൾക്കാൻ ആളുകളുണ്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചാൽ അപ്പുറത്ത് ഓടി വരാനും ഒക്കെ കേൾക്കാൻ. അങ്ങനെ അടുത്തടുത്തടുത്ത് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും ഇവിടെ അങ്ങനെ അത്ര പേടിയും കാര്യങ്ങളും ഇല്ലാത്തൊരു നാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ കാഴ്ചകൾ കേട്ടോ. പിന്നെ അവനാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഈ റോഡ് വഴി പോകാനാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് വഴി പോയ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ റോഡ് വഴി പോകുന്നത്. പക്ഷേ ആ റോഡ് വഴി ഞാൻ പോയില്ല കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം, വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു വീഡിയോ ഈ ഒരു വീട്ടിൽ ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ. അനിയൻ്റെ വീടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ വീടും. ഓട് വീടായിരുന്നു. പിന്നെ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടൊക്കെയാണ് നമുക്കും അത് ടെറസാക്കാൻ കിട്ടിയത്. എന്നാലും ഈ ഒരു പണ്ടത്തെ വീട്ടിൽ ഇതുപോലുള്ളൊരു ഓട് വീട്ടിലൊക്കെ കഴിയുന്നതാണ് കേട്ടോ ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു അനുഭവങ്ങളായിരുന്നു. അതിനൊന്നും അത് ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു പഴയ വീട് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്നും പിന്നെ അങ്ങനെ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്നു, വീണ്ടും തിരിച്ചു പോന്നിട്ട് വേറൊരു വഴിയാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മൾ വന്ന വഴിയിൽ തന്നെ വേറൊരു വഴിയാണ്. അപ്പോൾ അത് ഇതും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്, ഏറ്റവും ചെറിയ അനിയൻ്റെ വീടാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും എൻ്റെ നാട്ടിലെ വൈകുന്നേരത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.